അയോധ്യ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിലെ ആശയക്കുഴപ്പം ദേശീയ നേതൃത്വം കടുത്ത സമ്മർദ്ദത്തിലാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്ത്യ സഖ്യത്തിലെ ഭൂരിപക്ഷം കക്ഷികളും ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, കോൺഗ്രസിന് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം BJP ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന പശ്ചാത്തലം നമുക്കറിയാം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെങ്കിലും BJP ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. UP-യിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കരുത്ത് ബലം ശക്തമായി കുറഞ്ഞ സാഹചര്യമുണ്ട്. അവിടെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല എങ്കിൽ ഇനിയും അത് താഴേക്കുള്ള ഗ്രാഫിലേക്ക് ഒരുപക്ഷെ കുതിച്ചേക്കാം. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. നേതാക്കൾ പോലും കൃത്യമായ നിലപാട് വ്യക്തമാക്കാൻ മടിക്കുന്ന പശ്ചാത്തലമുണ്ട്. എന്ത് പ്രതീക്ഷിക്കണം, എന്ത് തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കണം മിഥുൻ? രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു സമ്മർദ്ദത്തിൽ തന്നെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വമുള്ളത്. അതായത് നേരത്തെ ദിഗ്വിജയ് സിംഗ് ആണ് ഈ ഒരു പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസിനെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പറയുന്നത്. അതിൽ സോണിയാഗാന്ധിയാണ് നേരിട്ട് ക്ഷണിച്ചത്. അല്ലെങ്കിൽ സോണിയയ്ക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അദ്ദേഹമായിരുന്നു ആദ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് വിവാദങ്ങൾക്ക് തുടക്കമിടുന്നത്. പ്രധാനമായും നമുക്കറിയാം, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇതിൽ വലിയ രീതിയിലുള്ള എതിർപ്പുണ്ട്. കേരളത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നൽകാൻ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം VD സച്ചിൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒഴിഞ്ഞു മാറുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. കേരളത്തിലുള്ള സംസ്ഥാനത്തിൽ മാത്രമല്ല, അതായത് ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ എതിർപ്പ് വ്യാപകമായി ഉയരുന്നുണ്ട്. അതായത് തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ളവർ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം തന്നെ ഈ ഒരു പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിച്ചതാണ്. സീതാറാം യെച്ചൂരിയാണ് ഇതിൽ പരസ്യ നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ ഇത് വലിയ രീതിയിൽ കാര്യമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉത്തർപ്രദേശിൽ നമുക്കറിയാം, 2009 24 സീറ്റുകൾ അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേടാൻ സാധിച്ചിരുന്നുവെങ്കിൽ 2014 വരുമ്പോൾ അത് 2 ചുരുങ്ങുന്നു. 2019 വരുമ്പോൾ അത് 1 സീറ്റ് മാത്രമായി ചുരുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ രാമക്ഷേത്രത്തിലെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിന് അവിടെ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ ദേശീയ നേതൃത്വത്തിലുണ്ട്. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിലെ നേതാക്കളെയും അല്ലെങ്കിൽ ഘടകകക്ഷികളെയും എങ്ങനെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം. നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ ലീഗാണ് ഇവിടെ പ്രധാനപ്പെട്ട ഘടകകക്ഷി. ഇന്നലെ സമസ്ത അവരുടെ മുഖപത്രത്തിലൊക്കെ എഴുതിയ ലേഖനം നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ് നിലപാട് കൃത്യമായി വ്യക്തമാക്കണമെന്നുള്ള കാര്യത്തിൽ ലീഗും മറുപടി ചോദിച്ചിട്ടുണ്ട് കോൺഗ്രസിനോട്, എന്താണ് നിലപാട് എന്ന കാര്യത്തിൽ. ഉത്തരേന്ത്യയിൽ ഒരു നിലപാടും കേരളത്തിൽ മറ്റൊരു നിലപാടും, തമിഴ്നാട്ടിലും കേരളത്തിലും അടക്കം മറ്റൊരു നിലപാടും കോൺഗ്രസിന് സ്വീകരിക്കാനാവില്ല. ദേശീയ പാർട്ടിയാണ്, ദേശീയ തലത്തിൽ ഒരേ നിലപാട് വേണം. അതാണ് ആ പാർട്ടിയുടെ പ്രതിസന്ധിയായി മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെങ്കിലും രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ കോൺഗ്രസിന്റെ നേതാക്കൾ പങ്കെടുത്താൽ അതിന് മറുപടി പറയേണ്ടി വരും പാർട്ടി. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സ്വാഭാവികമായും നമുക്കറിയാം, ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം എന്തായാലും കേന്ദ്ര നേതൃത്വത്തെ, ദേശീയ നേതൃത്വത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ അറിയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. K. സുധാകരൻ 31-ന് ചികിത്സാ സംബന്ധമായ കാര്യങ്ങളായാൽ അദ്ദേഹം അമേരിക്കയിലേക്ക് പുറപ്പെടുകയാണ്. എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സച്ചിൻ ഉൾപ്പെടെയുള്ള ആളുകളും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിന് ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ലീഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷികളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ ദേശീയ നേതൃത്വത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ അറിയിക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ KC വേണുഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കാം ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മറ്റു സംസ്ഥാനങ്ങൾ കൂടി കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷികൾ മാറി നിൽക്കുമ്പോൾ, അതായത് തൃണമൂൽ കോൺഗ്രസും ഒപ്പം തന്നെ നിതീഷ് കുമാറിന്റെ JDU-യും RJD ഉൾപ്പെടെയുള്ള കക്ഷികൾ പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലപാട് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങൾ ഈ ഒരു പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കും. പക്ഷേ ശിവസേനയും ഒപ്പം തന്നെ NCP ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആ ഒരു ചടങ്ങിൽ, SP ഉൾപ്പെടെയുള്ള പാർട്ടികൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ പകുതി പാർട്ടികൾ, അതായത് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പകുതിയോളം പാർട്ടികൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. പകുതിയോളം പാർട്ടികൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് ആണ് ഈ ഒരു മുന്നിലെ പ്രധാനപ്പെട്ട കക്ഷി. അതുകൊണ്ട് കോൺഗ്രസിന്റെ തീരുമാനമായിരിക്കും വളരെ നിർണായകമാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ കൃത്യമായ ചർച്ചകൾ നടത്തിയതിനു ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ UP
കോൺഗ്രസ് ഘടകം പ്രധാനമായും മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്തായാലും കോൺഗ്രസ് നേതാക്കൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കണം. സംസ്ഥാന നേതൃത്വം എന്തായാലും ചടങ്ങിൽ പങ്കെടുക്കും. ദേശീയ നേതൃത്വത്തെ അവഗണിച്ചതായാലും അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. പക്ഷേ അവർ പറയുന്നത്, ദിഗ്വിജയ് സിംഗ് അടക്കമുള്ള നേതാക്കൾ പറയുന്നത്, ഒരു പക്ഷേ നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു തിരിച്ചടി യു പിയിൽ നിന്നും അല്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നടക്കം ഈ ഒരു രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ ചടങ്ങിൽ പങ്കെടുക്കാത്തത് മൂലം കോൺഗ്രസിന് നേരിടേണ്ടി വരും. എന്തായാലും തെരഞ്ഞെടുപ്പ് ആസന്നമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി 3 മാസക്കാലം മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വളരെ രാഷ്ട്രീയമായി തന്നെ രാഷ്ട്രീയമാനമുള്ള ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സെൻസിറ്റീവായ വിഷയത്തിൽ കൃത്യമായ നിലപാട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കണമെന്നാണ് യു പി ഘടകം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും മറ്റുള്ളവരെയൊക്കെ തന്നെ പരിഗണിച്ച് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ മറ്റുള്ളവരുടെ എതിർപ്പ് അവഗണിച്ച് ഈ ഒരു ചടങ്ങിൽ കോൺഗ്രസ് നേതൃത്വം പങ്കെടുക്കുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ ന്യായയാത്ര, രണ്ടാമതൊരു യാത്രയ്ക്ക് രാഹുൽ ഗാന്ധി ഒരുങ്ങുന്ന പശ്ചാത്തലം കൂടിയുണ്ട് മിഥുൻ. അതിലൂടെ കോൺഗ്രസ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ രാഹുലിനെ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്ന പശ്ചാത്തലമുണ്ട്. ഈ അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിനിടയിലൊക്കെ ആകും ഇത്തരം യാത്രകളുമായി രാഹുൽ മുന്നോട്ട് പോവുക. അതും കോൺഗ്രസ് ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിനുണ്ടാക്കിയ ഉണർവ് ചെറുതല്ല, രാഹുൽ ഗാന്ധിക്കുണ്ടാക്കിയ ദേശീയ മുഖം ചെറുതല്ല. സ്വാഭാവികമായും മറ്റൊരു യാത്രയിലേക്ക് കടക്കാനൊരുങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് കൂടി മറുപടി പറഞ്ഞിട്ട് വേണ്ടി വരും കോൺഗ്രസിന് അതിലേക്ക് നീങ്ങാൻ. തീർച്ചയായും രഞ്ജിത്ത്, നമുക്കറിയാം, അതായത് രാഹുൽ ഗാന്ധി എന്നുള്ള നേതാവിന് ഭാരത് ജോഡോ എന്ന യാത്രയ്ക്ക് ശേഷമാണ് വലിയൊരു ഇമേജ് ലഭ്യമായതെന്നുള്ളത് നിസ്സംശയം പറയേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ ഒരു ഇന്ത്യ മുന്നണി എന്നുള്ള സഖ്യം രൂപീകരിക്കുന്നത് പോലുള്ള ചർച്ചകൾക്ക് പോലും മറ്റ് പ്രതിപക്ഷ സഖ്യങ്ങൾ തയ്യാറായിരുന്നില്ലായിരുന്നു. പിന്നീടാണ് ഭാരത് ജോഡോ നൽകിയ ഒരു ഉണർവ്, അത് കോൺഗ്രസിനായാലും രാഹുൽ ഗാന്ധിക്കായാലും അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് നൽകിയ ഒരു ഉണർവും മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടുതൽ മികവ് പുലർത്താൻ കോൺഗ്രസ് നേതൃത്വത്തിനും ഒപ്പം തന്നെ താഴെത്തട്ടിൽ നിന്ന് സംഘടനയെ ചലിപ്പിക്കാൻ ചില സംസ്ഥാനങ്ങളിലെങ്കിലും ഈ ഒരു യാത്രയിലൂടെ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതാണ്. കർണാടക, ഹിമാചൽ പ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലൂടെ ഈ യാത്ര കടന്നു പോകുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ ഈ ഒരു യാത്രയിലൂടെ തന്നെ ഒരു പ്രധാന ഘടകമായി നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു രണ്ടാം ഘട്ട യാത്രയാണ്. അതായത് അന്ന് തന്നെ വലിയൊരു രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതായത് എന്തുകൊണ്ട് ഈ പ്രധാനപ്പെട്ട അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നില്ല യാത്ര എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നപ്പോൾ തന്നെ നേതാക്കൾ വ്യക്തമാക്കിയതാണ്. ഇതിന്റെ 2.0 എന്തായാലും ഉണ്ടാകുമെന്ന് അന്ന് തന്നെ നേതാക്കൾ വ്യക്തമാക്കിയതാണ്. അത് തന്നെയാണ് ഭാരത് ന്യായ് യാത്ര എന്ന രീതിയിൽ രണ്ടാം ഘട്ട ഭാരത് ജോഡോ യാത്രയ്ക്ക് ജനുവരി 14 തുടക്കം കുറിക്കാൻ പോകുന്നത്. അതിൽ ഗുജറാത്ത്, ഒപ്പം തന്നെ ബീഹാർ, മധ്യപ്രദേശ്, യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രധാനമായും ഈ ഒരു യാത്ര കടന്നു പോവുകയും ചെയ്യും. മഹാരാഷ്ട്രയിലാണ് യാത്ര അവസാനിക്കുന്നത്, മുംബൈയിലാണ് യാത്ര അവസാനിക്കുന്നത്. ഈ ഒരു നമുക്കറിയാം, ഭാരത് ജോഡോ കടന്നു പോയപ്പോഴൊക്കെ തന്നെ യു പിയിലെ ചില പടിഞ്ഞാറൻ കേന്ദ്രങ്ങളിലൂടെ മാത്രമാണ് യാത്ര കടന്നുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ യാത്ര, ഈ ന്യായ് യാത്രയിലൂടെ യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിലൂടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യും. അതാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ പ്രതിഷ്ഠാ ചടങ്ങൊക്കെ നടക്കുന്ന ഒരു വേളയിൽ കൂടിയായിരിക്കും ഈ ഒരു യാത്ര കടന്നു പോവുകയും ചെയ്യുന്നത്. അത്തരത്തിൽ വലിയ രാഷ്ട്രീയമാനം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ വലിയ സ്വീകാര്യത ലഭിക്കേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ച് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു എതിർപ്പ് മറ്റു സഖ്യകക്ഷികളിൽ നിന്നുണ്ടായാൽ പോലും തന്നെ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഈ ഒരു ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് നമുക്ക് കരുതേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചടങ്ങിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട ഏതെങ്കിലും നേതാക്കൾ, ഒരുപക്ഷെ സോണിയാഗാന്ധി നേരിട്ട് പങ്കെടുത്തില്ല എങ്കിൽ പോലും തന്നെ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ എന്തായാലും ദേശീയ നേതൃത്വത്തെ പ്രതിനിധിയായി അവിടെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ എന്തായാലും ദേശീയ നേതൃത്വത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്തില്ല. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി വലിയൊരു രാഷ്ട്രീയമാനം ഈ ഒരു പ്രതിഷ്ഠാ ചടങ്ങിനുണ്ട്. അതായത് ബി.ജെ.പിയുടെ ഈ മറ്റുള്ളവർ എതിർപ്പ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് ഈ ബി.ജെ.പിയുടെ അതായത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു രാമക്ഷേത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവരുടെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സ്ഥലത്തേക്ക് തങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസും ഒപ്പം തന്നെ നിതീഷ് കുമാർ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലൊരു നിലപാടായിരിക്കില്ല എന്തായാലും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ കൈക്കൊള്ളാൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കാൻ പോവുകയാണ്. ആ ചർച്ചകൾക്ക് ശേഷം ആയിരിക്കും ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കിയതുപോലെ തന്നെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി ഈ അടുത്ത ആഴ്ച ചേരാൻ പോവുകയാണ്. ആ ഒരു വർക്കിംഗ് കമ്മിറ്റിയിലായിരിക്കാം ഇത് സംബന്ധിച്ചുള്ള ധാരണ ഉണ്ടാകുക. കൂടാതെ തന്നെ ഈ ന്യായ് യാത്രയിൽ കൂടുതൽ സഖ്യകക്ഷികളെ, അതായത് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷികളെ പങ്കെടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇന്ത്യ മുന്നണി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലൊക്കെ തന്നെ ഈ കാര്യം വിശദമായി ചർച്ച ചെയ്ത് ആയിരിക്കും തീരുമാനപ്പെട്ട സാഹചര്യം. ഏതായാലും കോൺഗ്രസ് ആശയക്കുഴപ്പത്തിലാണ്. ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ കൃത്യമായ
നിലപാട് സ്വീകരിക്കേണ്ടി വരികയും ചെയ്യും.